ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോയുടെ ധന്യനാമത്തിൽ നിനക്ക് നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവൻ അവരെ അയച്ചു. ഈശോ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയക്കുന്ന രംഗമാണ്. ദൈവവചനം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. മറ്റു പലതും വരുന്നുണ്ട്, പിശാചുകളെ ബഹിഷ്കരിക്കുക എന്നല്ല. ഈശോ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് അയക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കുവാനായിട്ടും പലതരത്തിൽപ്പെട്ടവർക്ക് വിടുതൽ നൽകുവാനുമായിട്ടാണ്. നീ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ബന്ധനമാകട്ടെ, രോഗമാകട്ടെ, മറ്റ് അസ്വസ്ഥതകളാകട്ടെ, എന്തുമാകട്ടെ, ഈശോ നിൻ്റെ സ്ഥലത്തേക്ക്, നിൻ്റെ ജീവിതത്തിലേക്ക് ആളുകളെ അയച്ചിട്ടുണ്ട്. അതാണ് സഭ, അതാണ് വൈദികർ, പൗരോഹിത്യം. നിൻ്റെ ജീവിതത്തിന് വിടുതൽ നൽകുവാൻ വേണ്ടി സഭയെ ഈശോ ഭരമേൽപ്പിച്ചിരിക്കുക. അത് ഏതു തരത്തിലുള്ള അസ്വസ്ഥതകളായാലും, എത്ര വലിയ രോഗപീഠകളായാലും, ഈശോ അയച്ചവരിലേക്ക് നീ ഒന്ന് ചെന്നാൽ മതി. ഈശോയുടെ അഭിഷേകം, ഈശോയുടെ സൗഖ്യം, ഈശോയുടെ വിടുതൽ അവരിൽ നിന്ന് പങ്കുപറ്റിയാൽ മതി. ഈശോ ദാനമായിട്ടാണ് തരിക. കാരണം നിൻ്റെ ജീവിതം അവന് അത്രത്തോളം ഇഷ്ടപ്പെട്ടതാണ്, അത്രത്തോളം വിലമതിക്കുന്നതാണ്. നീ ജീവിതത്തിൽ സങ്കടപ്പെടുവാനായിട്ട്, നീ ജീവിതത്തിൽ തകർന്നു പോകാനായിട്ട് നിൻ്റെ ഈശോ ആഗ്രഹിക്കുന്നില്ല. ഈശോയിലേക്ക് തിരിയുക. നമുക്ക് കണ്ണുകളടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കട്ടെ. ഈ വ്യക്തി സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, നിന്നെ അനുഭവിക്കാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.